നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ, ഈ റൂമിൽ സ്വർണം സൂക്ഷിച്ചു വെച്ചിട്ടില്ല. സാർ, അതൊക്കെ അടിച്ചു മാറ്റിയപ്പോൾ തന്നെ ഈ റൂമിൽ നിന്ന് മാറ്റി കാണും. അനാവശ്യം പറയരുത്. സാറിനെ പോലെ തന്നെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്നവളാണ് ഞാനും. മിസ് നിധിയുടെ മാന്യത ഈ ബാഗ് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. എനിക്ക് ഭയമില്ല സർ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാന്ന് എനിക്കറിയാം. ശരി, എങ്കിൽ ഇതിന്റെ ബാക്കി നമുക്ക് മണ്ഡപത്തിൽ ചെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാം. ആകെ നാണക്കേടായി. നമ്മുടെ കുടുംബത്തിലെ ചടങ്ങുകൾക്ക് കാക്കിയിട്ടവര് വരാറുള്ളത് നമ്മളെ അനുഗ്രഹിക്കാനും ആശംസ അർപ്പിക്കാനും വേണ്ടി മാത്രമാ. ഇപ്പതേ കുറെ കള്ളക്കൂട്ടങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഇവിടെ അറസ്റ്റ് വരെ നടക്കുന്നു. ഒന്നും നടന്നില്ലല്ലോ അമ്മേ. അങ്ങനെ ഒരു തെറ്റ് നിധി ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കും. അപ്പൊ എന്റെ മോളുടെ മൊഴിയോ? അത് കള്ളമാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നേ? അത് പോലീസ് തെളിയിച്ചോളൂ. എന്തായി, നിങ്ങളുടെ സെർച്ച് കഴിഞ്ഞോ? പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്നാലും കേസിൽ ഒരു തുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്ത് തുമ്പാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഇതാ, ഈ ബാഗ് തന്നെ. ഇത് ആരുടെ മാലയാണ്? കുട്ടിയുടെ ആണോ? അല്ല. പിന്നെ ആരുടേതാണ്? എനിക്കറിയില്ല സർ. ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. ഇതിലെവിടെയോ ചതി നടന്നിട്ടുണ്ട്. ആ, ഇത് ആരുടെ മാലയാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? കൂടുതൽ നാടകീയത വേണ്ട ഓഫീസർ. ശിവാനിക്ക് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൂടെയുള്ളതാണ് ഈ മാലയെങ്കിൽ അത് തുറന്നു പറയണം. സാറ് ചോദിച്ചിട്ട് എന്താ പാർവതി മിണ്ടാതെ നിൽക്കുന്നേ? നിങ്ങളുടെ പ്രത്യേക താല്പര്യപ്രകാരം ശിവാനിക്ക് നിങ്ങളെ സെലക്ട് ചെയ്ത മാലയാണിതെന്ന് തുറന്നു പറ. നേരാണോ പാറു? അതെ, നമ്മൾ ശിവാനിക്ക് വേണ്ടി വാങ്ങിയ 100 പവനിൽ ഈ മാലയുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇത് സെലക്ട് ചെയ്തത്. ബാക്കി സ്വർണം എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കിതൊന്നും അറിയില്ല സർ. ശിവാനിക്ക് ഇവര് നൽകിയതും അമ്മാവൻ വാങ്ങിയതുമായ സ്വർണം മുഴുവനും ഇത്രയും ദിവസം ഞാനാ സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതിലെന്തൊക്കെയുണ്ടെന്ന് പോലും ഞാൻ തുറന്ന് പരിശോധിച്ചിട്ടില്ല. എന്നിട്ടും എന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത് കഷ്ടമാണ് സർ. ദേ, നിന്റെ കള്ളക്കണ്ണീര് ഇനി ഇവിടെ വേണ്ട. നിന്റെ ബാഗിൽ നിന്ന് തെളിവുകൾ കണ്ടെടുത്തിട്ടും പച്ചക്കള്ളം പറയാൻ ഉളുപ്പില്ലാത്തവളാ നീയെന്ന് പോലീസിന് ബോധ്യമായി. നിധി എനിക്ക് അടുത്തറിയാം. അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു ക്രൈം ചെയ്യില്ല. പക്ഷേ ശിവാനി അങ്ങനെയല്ല. ജയിക്കാൻ വേണ്ടി അവൾ എന്ത് വൃത്തികേടും കാണിക്കും. ശിവാനി വൃത്തികെട്ടവളാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ടാണോ നീ അവളെ താലി കെട്ടാൻ തയ്യാറായത്? എന്റെ അഭിപ്രായത്തിലേ എല്ലാം കള്ളക്കൂട്ടങ്ങളാ. ഇങ്ങനെയൊന്നും പറയരുത്. നാട്ടിൽ ചെന്ന് ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ചു നോക്കണം. ആരും ഞങ്ങൾ മോശക്കാരാണെന്ന് പറയില്ല. ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറഞ്ഞു തുടങ്ങിക്കോളും. ഇവളൊരു പക്ക ക്രിമിനൽ ആണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതാ. അതുകൊണ്ട് നിങ്ങൾ കുടുംബക്കാര് ഒട്ടും മോശമാവാൻ വഴിയില്ല.
താമസിച്ച റൂമിൽ നിന്നും ഈ മണ്ഡപത്തിൽ നിന്നും ഇനി എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇവളെ മാത്രമല്ല, എല്ലാവരെയും പിടിച്ച് ജയിലിലിടണം. അതാ ഇപ്പൊ വേണ്ടത്. ഓഫീസർ, ശിവാനിയുടെ വോയിസ് ക്ലിപ്പിന്റെ നിജസ്ഥിതി പരിശോധിക്കണം. അത് കഴിഞ്ഞ് മതി അറസ്റ്റും മറ്റു കാര്യങ്ങളുമെല്ലാം. ഒരു സ്ഥിതിയും പരിശോധിക്കാനില്ല. ഇപ്പൊ തന്നെ ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ TV കാര്യം പത്രക്കാരെയും വിളിക്കും. അയ്യോ, കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ട് ചെറുക്കനെ തട്ടിയെടുത്ത കഥ ലോകം മുഴുവനും അറിയട്ടെ. അയ്യോ, അരുത്. അവിവേകൊന്നും കാണിക്കരുത്. വിവാഹം നടക്കട്ടെ. അത് കഴിഞ്ഞ് നിധിയെ ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവരാം. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിയെടുക്കാം. ഏട്ടത്തി എന്ത് ഭ്രാന്തായി പറയുന്നേ? ഈ പെരുങ്കള്ളിയുമായിട്ട് ഗൗതമിന് ഇനി വിവാഹം വേണ്ട. അങ്ങനെയൊന്നും പറയരുത് വസുന്ധരാമേ. നിധിയെ എനിക്ക് അടുത്തറിയാവുന്ന കുട്ടിയാ. നിങ്ങളൊരു അക്ഷരം മിണ്ടരുത്. നിങ്ങളാ ഞങ്ങളെ ഈ കുരുക്കി കൊണ്ടുപോയി ചാടിച്ചത്. ഈ കല്യാണം നടന്നാൽ എത്ര ലക്ഷം രൂപ കമ്മീഷൻ തരാവുന്ന ഈ കള്ളക്കൂട്ടങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? തുറന്നു പറയേ, ആ കാശ് ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാലും ഇനി ഈ മാരണങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ട. മതി. ഇതിൽ കൂടുതൽ അപമാനം സഹിക്കാൻ എനിക്ക് വയ്യ. എനിക്കോ എന്റെ വീട്ടുകാർക്കോ ഈ കല്യാണത്തിൽ ഒരു താല്പര്യവും ഇല്ല. ഞങ്ങൾ ഇവിടെ നിറങ്ങുക. പിന്നെ കേസ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്കിലും ഈ നാട്ടിലെ നിയമങ്ങൾ പാലിക്കുന്നവളും അതിനെ ബഹുമാനിക്കുന്നവളുമാണ് ഞാൻ. സ്റ്റേഷനിലേക്ക് വരാൻ ഞാൻ തയ്യാറാണ്. അന്വേഷണം നടക്കട്ടെ. ഞാൻ ഇങ്ങനൊരു കുറ്റം ചെയ്യില്ല എന്ന് പറയാൻ മനസ്സ് കാണിച്ചല്ലോ. എന്നെ വിശ്വസിച്ചതിൽ നന്ദിയുണ്ട്. ഇനി ഞാൻ ആരോ ഒരാള്, സാറ് വേറെ ആരോ ഒരാള്. നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. ഓഫീസർ, പ്ലീസ് നിധിയെ കസ്റ്റഡിയിൽ എടുക്കരുത്. ഞാൻ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വിളിക്കാം. അതിന്റെ ആവശ്യമില്ല സർ. ഞാനിന്ന് പോലീസ് പിടിയിലാവണമെന്ന് വിധിയുണ്ടാവും. അത് തിരുത്താൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. ഇനി ദൈവം വിചാരിച്ചാലും നിന്റെ വിധി തിരുത്താനാവില്ല. തോന്നലണമായി. ഈ അപമാനത്തിൽ നിന്നും ഞാൻ കരകയറണമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷയ്ക്കൊരാൾ വരിക തന്നെ ചെയ്യും. അതാർക്കും തടയാൻ പറ്റില്ല. മതി സംസാരിച്ചത്.